ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ +1 ചാപ്റ്റേഴ്സ് എന്നോട് കുറേ പേര് കമൻറ്റ് ഇട്ടിരുന്നു. എന്താണ് +1 ചാപ്റ്റേഴ്സിൻ്റെ നെയിമും കുറച്ച് ടഫായിട്ടുള്ള ചാപ്റ്റർ ഏതൊക്കെയാണെന്നും ഒക്കെ ഒന്ന് പറഞ്ഞു തരുമോ എന്ന് പറഞ്ഞ് കുറേ പേര് കമൻറ്റ് ചെയ്തിരുന്നു. അതുകൊണ്ട് അങ്ങനെയുള്ള വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത്. ലൈക്ക് +1 ഓരോ സബ്ജക്റ്റിൻ്റെയും ചാപ്റ്റേഴ്സും ആൻഡ് ടഫായിട്ടുള്ള ചാപ്റ്റർ ഏതാണ്, എന്നാലും കുറച്ച് ഈസി ആയിട്ടുള്ള ചാപ്റ്റർ ഏതാണ് എന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയാൽ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പറയുകയാണെങ്കിൽ കെമിസ്ട്രി ടോട്ടൽ 9 ചാപ്റ്റേഴ്സ് ആണ്. ഫസ്റ്റ് വൺ സം ബേസിക് കൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി, സ്ട്രക്ചർ ഓഫ് ആറ്റം, ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെൻറ്റ്സ്. ഫോർത്ത് കെമിക്കൽ ബോണ്ടിങ്. ഫിഫ്ത്ത് തെർമോഡൈനാമിക്സ്. സിക്സ്ത് ഇക്വിലിബ്രിയം. 7 റിഡോക്സ് റിയാക്ഷൻ. 8 ഓർഗാനിക് കെമിസ്ട്രി. 9 ഹൈഡ്രോ കാർബൺസ്. 9 ചാപ്റ്റേഴ്സാണ് കെമിസ്ട്രിയിലുള്ളത്. ഇതിൽ ഏറ്റവും സിമ്പിൾ ചാപ്റ്റർ എന്ന് പറയുന്നത് സം ബേസിക് കൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി ആണ്. പിന്നെ സിമ്പിളായിട്ട് ഈസി ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ഞാൻ പറയാം. ഒരു മീഡിയം ലെവൽ വരെ പോകുന്നത് ബേസിക് കൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി, ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെൻറ്റ്സ്, തെർമോഡൈനാമിക്സ്. പിന്നെ ഇക്വിലിബ്രിയം കൂട്ടാം. റിഡോക്സ് റിയാക്ഷനിൽ 2 ടൈപ്പ് ഓഫ് റിഡക്ഷൻ മെത്തേഡ്സ് പഠിക്കാനുണ്ട്. അപ്പോൾ അത് ഒന്ന് പഠിച്ചെടുത്താൽ ബാക്കി ചാപ്റ്റർ ഈസിയാണ്. ദെൻ പാടെന്ന് പറയുന്നത് സ്ട്രക്ചർ ഓഫ് ആറ്റം എന്ന് പറയുന്നത് കുറേ പേരൊക്കെ പാടായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. കാരണം അതിൽ ഒരുപാട് കൺസെപ്റ്റ് ഉണ്ട്. ലൈക്ക് ബോർ മോഡൽ ഓഫ് തിയറി, ക്വാണ്ടം മോഡൽ, അങ്ങനെ ഒരുപാട് മോഡൽസ് പഠിക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ അതിൽ കൺസെപ്റ്റ് ഒരുപാട് പഠിക്കാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് മിക്ക ആൾക്കാരും ചാപ്റ്റർ പാടുള്ളൊരു ചാപ്റ്റർ എന്നാണ് കൺസിഡർ ചെയ്യുന്നത്. പക്ഷെ നമ്മളതൊന്ന് പഠിച്ചെടുത്താൽ, ബൈഹാർട്ടൊക്കെ ചെയ്തൊന്ന് പഠിച്ചെടുത്താൽ നമുക്കത് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. ദെൻ പിന്നെ അതിൽ കുറേ ന്യൂമറിക്കൽസ് വരും പാടായിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ ഒന്ന് പഠിച്ചെടുത്താൽ ആ ചാപ്റ്റർ ഓക്കെ ആണ്. ദെൻ കെമിക്കൽ ബോണ്ടിങ്, എനിക്ക് പേഴ്സണലി ഏറ്റവും പാടായിട്ടുള്ള ചാപ്റ്റർ ഈ കെമിക്കൽ ബോണ്ടിങ് ആയിരുന്നു. കാരണം ഇതിൽ ഒരുപാട് ടൈപ്പ് ഓഫ് ബോൺസ്, പിന്നെ ലോൺ പെയർ, ബോൺ പെയർ, അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ ടേമുണ്ട്. 3 ബോൺ പെയറും 1 ലോൺ പെയറും വന്നാൽ ഒരു ഷേപ്പ്, ഒരു ആറ്റത്തിന് ഈ ഒരു ഷേപ്പ്, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഈ ഒരു ചാപ്റ്ററിലുണ്ട്. അപ്പോൾ എനിക്ക് ഇതിൽ ഏറ്റവും പാട് ഈ ചാപ്റ്റർ ആയിരുന്നു. എത്ര പഠിച്ചാലും മനസ്സിലാവാത്തൊരു ചാപ്റ്റർ ഈ 4th ചാപ്റ്ററാണ് കെമിക്കൽ ബോണ്ടിങ്. അപ്പോൾ അത് സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ നല്ലൊരു ബേസ് അതിനുണ്ടാക്കിയെടുക്കുക. അതായത് ഈ സ്കൂളിൽ പഠിപ്പിക്കുമ്പോൾ നല്ലപോലെ ശ്രദ്ധിച്ചിരിക്കുക. ചിലപ്പം ഒരു പ്രാവശ്യം കേട്ടെന്നും പറഞ്ഞ് മനസ്സിലാവില്ല. അങ്ങനെയാണെങ്കിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ടീച്ചറിനോട് ഉറപ്പായിട്ടും ചോദിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ യൂട്യൂബ് ക്ലാസ്സസ് എടുത്ത് നല്ല എഫക്റ്റീവായിട്ടുള്ള ക്ലാസ് കാണുക. എനിക്കാണെങ്കിൽ കുറേ യൂട്യൂബ് ക്ലാസ്സൊക്കെ കണ്ടിട്ട് ആ ചാപ്റ്റർ ഒന്നും മനസ്സിലായിട്ടില്ല. ഞാൻ എങ്ങനെയൊക്കെയോ പല യൂട്യൂബ് ചാനലിലെയൊക്കെ കണ്ടാണ് ഞാൻ പഠിച്ചെടുത്തത് അവസാനം. എന്നാലും ഫുൾ ഞാൻ പഠിച്ചെന്ന് ചോദിച്ചാൽ ഇല്ല, എനിക്കൊന്നും ഇതായില്ല. എന്നാലും ഞാൻ ലാസ്റ്റ് എക്സാമിനത്തേക്കെല്ലാം പഠിച്ചെടുത്തു. ദെൻ പിന്നെ ഉള്ളത് ഓർഗാനിക് കെമിസ്ട്രി. ലാസ്റ്റ് 8th ചാപ്റ്ററും 9th ചാപ്റ്ററും ഓർഗാനിക് കെമിസ്ട്രിയാണ്. അത് സ്കൂളിൽ പഠിപ്പിക്കുമ്പോൾ തന്നെ അന്നു തന്നെ പഠിച്ചു പോകുന്നതായിരിക്കും നല്ലത്. കാരണം ഓർഗാനിക് കെമിസ്ട്രി നമ്മൾ ഒരു പ്രാവശ്യം കേട്ടെന്നും പറഞ്ഞോ കണ്ടെന്നും പറഞ്ഞോ പിന്നെ എക്സാമിന് എഴുതാൻ നേരം ഓർമ്മ വരണം എന്നില്ല. നമ്മൾ നെയിമിംഗ് ഒക്കെ ഒരുപാട് നെയിമൊക്കെ ഇട്ടിട്ട് വേണം പഠിക്കാൻ. അപ്പോൾ അതാണ് കെമിസ്ട്രിയുടെ 9 ചാപ്റ്റേഴ്സ്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ദെൻ മാത്സിൽ ടോട്ടൽ 14 ചാപ്റ്റേഴ്സാണ് ഉള്ളത്. മാത്തമാറ്റിക്സിൽ ടോട്ടൽ 14 ചാപ്റ്റേഴ്സ് ഉണ്ട്. നമുക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും. കുറേയൊക്കെ നല്ല ഈസി ആയിട്ടുള്ള ചാപ്റ്ററാണ്. പിന്നെ കുറച്ച് പാടായിട്ടുള്ളത് ഒരു 3-4 ചാപ്റ്റർ കുറച്ച് നല്ല പാടായിട്ടുണ്ടായിരിക്കും. ബാക്കിയൊക്കെ നമുക്ക് എളുപ്പം പഠിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ചാപ്റ്റേഴ്സ്, ഫസ്റ്റ് ചാപ്റ്റർ സെറ്റ്സ്, ഏറ്റവും സിമ്പിളായിട്ടുള്ള ചാപ്റ്റേഴ്സ് ഞാൻ പറയാം. ഫസ്റ്റ് ചാപ്റ്ററാണ് ഇതിലുള്ളതിൽ വെച്ച് ഏറ്റവും സിമ്പിൾ ഫസ്റ്റ് ചാപ്റ്ററാണ്. ആദ്യം ചാപ്റ്റേഴ്സിൻ്റെ പേര് പറയാം. സെറ്റ്സ്, റിലേഷൻസ് ആൻഡ് ഫങ്ഷൻ, ട്രിഗണോമെട്രി, കോംപ്ലക്സ് നമ്പേഴ്സ്, ലീനിയർ ഇനക്വാളിറ്റി, പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ, ബൈനോമിയൽ തിയറം, സീക്വൻസ് ആൻഡ് സീരീസ്, സ്ട്രെയിറ്റ് ലൈൻസ്, കോണിക് സെക്ഷൻ, 3D ജോമെട്രി, ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ്.
ഇതിൽ ഏറ്റവും എളുപ്പമായിട്ടുള്ള ചാപ്റ്റേഴ്സിൻ്റെ പേര് പറയാം. സെറ്റ്സ്, റിലേഷൻസ് ആൻഡ് ഫങ്ഷൻ, കോംപ്ലക്സ് നമ്പർ, ലീനിയർ ഇൻഇക്വാളിറ്റി, ബൈനോമിയൽ തിയറം, 3D. ഈ 6 ചാപ്റ്റേഴ്സ് ഇതിൽ സൂപ്പറായിട്ട് എളുപ്പമാണ്. ബാക്കിയൊക്കെ ഭയങ്കര പാടൊന്നല്ല, പക്ഷേ കുറച്ചൊരു മീഡിയം ആവറേജ് ലെവലായിട്ടുള്ള ഒരു ലെവലാണ്. ഭയങ്കര പാടായിട്ട് നമുക്ക് തോന്നുന്നത് ഈ ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സും കോണിക് സെക്ഷൻസുമാണ്. ട്രിഗണോമെട്രിയും പെർമ്യൂട്ടേഷനും ഒക്കെ നമ്മൾ കുറച്ചൊരു എഫേർട്ട് കുറച്ചുകൂടെ കൊടുത്താൽ നമുക്ക് നല്ലപോലെ പഠിച്ചെടുക്കാൻ പറ്റുന്ന ചാപ്റ്റേഴ്സാണ് ട്രിഗണോമെട്രിയും ലിമിറ്റ്സും. ട്രിഗണോമെട്രിയും പെർമ്യൂട്ടേഷനും അത് സൂപ്പറായിട്ട് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും. പിന്നെ കുറച്ച് കൂടുതൽ എഫേർട്ട് ഇടേണ്ട ചാപ്റ്ററാണ് ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സും കോണിക് സെക്ഷനും. അത് നമ്മൾ കുറച്ച് മനസ്സിലാക്കി എടുത്താലേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് ഈ ലിമിറ്റ്സിൽ നിന്നൊക്കെ ഷുവർ ക്വസ്റ്റ്യൻ ആയിട്ടുള്ള ഒക്കെ ഉണ്ട്, ലൈക്ക് സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക, അങ്ങനെയൊക്കെയുള്ള ഷുവർ ക്വസ്റ്റ്യൻസ് അതിൽ നിന്ന് വരും. സോ അതാണ് മാത്സിൻ്റെ കാര്യം. ദെൻ ഫിസിക്സ് ടോട്ടൽ 14 chapters. First one, units and measurements, motion in a straight line, motion in a plane, laws of motion, work, energy and power, system of particles and rotational motion, gravitation, solids, mechanical properties of solids, mechanical properties of fluids, thermal properties of matter, thermodynamics, kinetic theory of gases, oscillations, പിന്നെ ഒരെണ്ണങ്ങളുണ്ട് വേവ്സ്. ഓക്കെ, ടോട്ടൽ 14 ചാപ്റ്ററാണ് ഫിസിക്സിൽ. ഇതിൽ കുറേയൊക്കെ എളുപ്പമാണ്. ഞാൻ പറയാം, ഫിസിക്സ് നമ്മുടെ +1 തന്നെ എല്ലാ സബ്ജക്റ്റിലും ഏറ്റവും എളുപ്പമായിട്ടുള്ള ചാപ്റ്റർ എന്ന് പറയുന്നത് ഫസ്റ്റ് ചാപ്റ്ററാണ്. അപ്പോൾ ഫിസിക്സിലും ഏറ്റവും എളുപ്പം ഫസ്റ്റ് ചാപ്റ്ററാണ്. പിന്നെ സ്ട്രെയിറ്റ് ലൈനും അതൊക്കെ നമ്മൾ എളുപ്പമാണ്, പക്ഷെ കുറച്ചൊന്ന് നമ്മൾ നോട്ട്ബുക്ക് നോക്കി പഠിക്കേണ്ടതായിട്ടുണ്ട്. എനിക്ക് എൻ്റെ സ്കൂളിൽ ടീച്ചർ തന്ന നോട്ട്ബുക്ക് നോക്കിയിട്ടാണ് ഞാൻ ഫിസിക്സ് പഠിച്ചത്. അപ്പം അതിൽ ഭയങ്കര പാടായിട്ടുള്ള ചാപ്റ്റർ എനിക്ക് തോന്നിയിട്ടുള്ളത് വേവ്സും ഓസിലേഷനുമാണ് ലാസ്റ്റ് ചാപ്റ്റർ. പിന്നെ കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ്. ഈ കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ് പഠിപ്പിച്ച സമയത്ത് ഞാൻ സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നില്ല, എൻ്റെ സിക്കായിരുന്നു. സോ അത് പിന്നെ യൂട്യൂബ് ക്ലാസ്സസ് നോക്കിയിട്ടൊന്നും എനിക്ക് മനസ്സിലായില്ല. അതുകൊണ്ട് കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ് എന്നുള്ള ചാപ്റ്ററെ ഞാൻ വിട്ടതാണ്. അതിലൊരു വെയിറ്റേജ് 2 മാർക്സ് ഒക്കെയാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഞാൻ കൈനറ്റിക് തിയറിയുടെ കുറച്ച് പോസ്റ്റുലേറ്റ്സ് ഒക്കെ ഉണ്ട്, അത് പഠിച്ചാൽ നമുക്ക് ഒരുവിധം അത് മിക്കവാറും വരാൻ ചാൻസ് ഉള്ളതാണ്. അത് ഞാൻ പഠിച്ചിരുന്നു, ബട്ട് അത് വന്നില്ല. 1 മാർക്ക് അതിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു ഈ പ്രാവശ്യം. ഇതിൽ ഭയങ്കര പാടായിട്ടുള്ളത് ഫിസിക്സ്, ഭയങ്കര പാടുള്ള തെർമോഡൈനാമിക്സ്, വേവ്സ്, ഓസിലേഷൻ, ആ ചാപ്റ്ററൊക്കെയാണ്. ബാക്കിയുള്ളതൊക്കെ എളുപ്പമാണ്, ഒരു ആവറേജ് ലെവലെന്ന് നമുക്ക് കൂട്ടാൻ പറ്റും. ഓക്കെ, ദെൻ പിന്നെ ഉള്ളത് ബയോളജിയിൽ ടോട്ടൽ 19 ചാപ്റ്ററാണ്. സുവോളജി 10 ചാപ്റ്ററും ബോട്ടണി 9 ചാപ്റ്റേഴ്സും. സുവോളജിയുടെ ചാപ്റ്റേഴ്സ് ലിവിങ് വേൾഡ്, ആനിമൽ കിങ്ഡം, സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ, ബയോമോളിക്യൂൾ, ബ്രീത്തിങ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ്, ബോഡി ഫ്ലൂയിഡ്സ്, എക്സ്ക്രീറ്ററി പ്രൊഡക്ട്സ്, ദെൻ ലോക്കോമോഷൻ. പിന്നെ നമ്മുടെ ന്യൂറൽ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ, കെമിക്കൽ കോർഡിനേഷൻ, അങ്ങനെ ഒരു ചാപ്റ്റർ. അതാണ് സുവോളജിയുടെ ചാപ്റ്റേഴ്സ്. സുവോളജിയുടെ ചാപ്റ്റേഴ്സിൽ ഞാൻ പറയാം, ഏറ്റവും എളുപ്പമായിട്ടുള്ള ചാപ്റ്ററുകൾ ലിവിങ് വേൾഡ്, ആനിമൽ കിങ്ഡം, സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ, പിന്നെ ബ്രീത്തിങ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ്. പിന്നെ ഒരു ചാപ്റ്റർ ഉണ്ട്, ദാറ്റ് ഈസ് ന്യൂറൽ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ. ആ ചാപ്റ്റേഴ്സ് എളുപ്പമാണ്. ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് കുറച്ചും കൂടി നമ്മൾ എഫേർട്ട് ഇട്ട് പഠിക്കണം. അപ്പോൾ ഇത്രയും ചാപ്റ്ററാണ് ഭയങ്കര എളുപ്പമായിട്ടുള്ളത്. ആൻഡ് ഭയങ്കര പാടായിട്ടുള്ളത് ലാസ്റ്റ് യൂണിറ്റിലെ എക്സ്ക്രീറ്ററി പ്രൊഡക്റ്റ്, ബോഡി ഫ്ലൂയിഡ്സ്, ലോക്കോമോഷൻ, ആ ചാപ്റ്റേഴ്സൊക്കെയാണ് കുറച്ചുകൂടെ പാടായിട്ടുള്ളത്. ആൻഡ് കുറേ പേരൊക്കെ പറയും ആനിമൽ കിങ്ഡം ഭയങ്കര പാടാണെന്ന്. പക്ഷേ ആനിമൽ കിങ്ഡം നമ്മൾ കുറച്ചൊരു ഇൻട്രസ്റ്റോടെ പഠിച്ചാൽ ഭയങ്കര എളുപ്പമാണ്. ആൻഡ് നമ്മുടെ ബയോളജിയിൽ തന്നെ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള ചാപ്റ്റർ ഈ ആനിമൽ കിങ്ഡമാണ്. അപ്പോൾ ആനിമൽ കിങ്ഡം എനിക്ക് ഭയങ്കര ഈസി ആയിട്ട് തോന്നി. ആനിമൽ കിങ്ഡം നമ്മൾ കുറച്ചൊരു ഇൻട്രസ്റ്റ് കൊടുത്തൊക്കെ പഠിച്ചാൽ, ആൻഡ് അതുമല്ല നമുക്ക് അസൈൻമെൻ്റ് ഉണ്ടായിരിക്കും. അതായത് ആനിമൽ കിങ്ഡത്തിലുള്ള ഓരോരോ ഫൈലത്തിൻ്റെയും ആനിമൽസിൻ്റെ പിക്ചേഴ്സ് ഒരു അസൈൻമെൻ്റ് ആക്കി ചെയ്യാനൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ആ അസൈൻമെൻറ്റും കൂടെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ ചാപ്റ്റർ എളുപ്പമാവും. ഓക്കെ, ദെൻ ബോട്ടണിയിൽ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ, പ്ലാന്റ് കിങ്ഡം, മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ്, അനാട്ടമി, ദെൻ സെൽ ദ യൂണിറ്റ് ഓഫ് ലൈഫ്, സെൽ സൈക്കിൾ, ഫോട്ടോസിന്തസിസ്,
ഫോട്ടോസിന്തസിസ്, പിന്നെ റെസ്പിറേഷൻ ഇൻ പ്ലാന്റ്സ്, ദെൻ റെസ്പിറേഷൻ ഇൻ പ്ലാന്റ്സ്, പിന്നെ പ്ലാൻ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ്. 9 ചാപ്റ്റേഴ്സാണുള്ളത്. അപ്പോൾ ഇതിൽ ഏറ്റവും എനിക്ക് സുവോളജി, ബോട്ടണിയെക്കാളും എനിക്ക് സുവോളജിയാണ് എളുപ്പമായിട്ടുള്ളത്. കാരണം എനിക്ക് ബോട്ടണിയോടധികം ഇൻട്രസ്റ്റ് ഇല്ല, സുവോളജിയിലാണ് എനിക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ളത്. സോ ഇതിൽ ഏറ്റവും ബോട്ടണിയിൽ തന്നെ ഏറ്റവും എളുപ്പമുള്ള ചാപ്റ്റർ ഫസ്റ്റ് ചാപ്റ്ററാണ്, ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ. അതിന് കുറച്ച് ലെങ്ത് കൂടുതലാണ്, എന്നാലും ഇതിൽ ഏറ്റവും എളുപ്പം അതാണ്. അതും പിന്നെ സെൽ ദ യൂണിറ്റ് ഓഫ് ലൈഫ്, സെൽ സൈക്കിൾ, മോർഫോളജി. ഈ 4 ചാപ്റ്റേഴ്സ് നല്ല എളുപ്പമാണ്. ബാക്കിയുള്ളത് നമ്മൾ കുറച്ചും കൂടെ എഫേർട്ട് ഇട്ട് പഠിക്കേണ്ടതാണ്. അപ്പം +1 ചാപ്റ്റേഴ്സിൻ്റെ കാര്യമൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. ആൻഡ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണോ എന്ന് കൂടി പറയുക. ആൻഡ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയാൽ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.